വേല ചിന്തകന്മാരും പഠിതാക്കളുമൊക്കെ ഇതിന് കൊടുത്തിരിക്കുന്ന ഓരോ പുസ്തകത്തിനും ഓരോരുത്തരും വിശേഷണ പദം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പഠിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിന് കൊടുത്തിരിക്കുന്ന ഒരു പദം ഏഴുകളുടെ പുസ്തകമെന്ന. ഇതൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. 7 സഭ, 7 നിലവിളക്ക്, 7 നക്ഷത്രം, 7 ഇടി, 7 കാഹളം, 7 മുദ്ര, 7 ദൂതന്മാർ, 7 കലശങ്ങൾ, 7 തല, 7 മല, ഇങ്ങനെ മുഴുവൻ 7 ആത്മാക്കൾ, 7 ദൈവാത്മാക്കൾ, 7 കണ്ണുകൾ, 7 ഇടി. അപ്പം ഇങ്ങനെ 7കളുടെ ഒരു പട്ടിക ഈ പുസ്തകത്തിലുണ്ട്. 22 അധ്യായങ്ങളാണ് അധ്യായം തരംതിരിച്ചപ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ. ഓരോ അധ്യായത്തിലും നമുക്കറിയാം ഓരോ വിഷയങ്ങളായിട്ടാണ് ഇത് ദൈവം പറഞ്ഞ വിഷയമൊന്നുമല്ല, നമ്മളുണ്ടാക്കിയ വിഷയമാണ്. അല്ലാതെ വേറെ പുസ്തകം തന്നപ്പം ദൈവം പറഞ്ഞില്ല വെളിപ്പാട് 1 ഇന്നതാണ് വിഷയം. നമ്മളാണല്ലോ വിഷയം ഉണ്ടാക്കുന്നത്. ഏത് വിഷയവും നമ്മളുണ്ടാക്കും. സഭയ്ക്കകത്തൊക്കെ വിഷയം ഉണ്ടാക്കുന്ന ദൈവം അല്ലല്ലോ, നമ്മൾ തന്നെ ആ വിഷയം ഉണ്ടാക്കുന്നത്. നമ്മൾ തന്നെ അടിയന്തര കമ്മിറ്റി കൂടി അത് പരിഹരിക്കുന്നു. ഉണ്ടാക്കിയത് നമ്മൾ തന്നെ. പണ്ട് 1ാം ക്ലാസ്സിലൊരു പാഠം പഠിച്ചു. കോഴിയമ്മ നെല്ല് കൊത്തി, കോഴിയമ്മ നെല്ല് പൊളിച്ചു, കോഴിയമ്മ തന്നെ അത് പൊടിച്ചു, കോഴിയമ്മ തന്നെ അത് കുഴച്ചു, കോഴിയമ്മ തന്നെ അത് അപ്പം ഉണ്ടാക്കി, കോഴിയമ്മ തന്നെ തിന്നു. ഇതെല്ലാം പ്രശ്നക്കാർ നമ്മളാ, പരിഹരിക്കുന്നത് നമ്മളാ. അപ്പോൾ ഇത് വേഗത്തിൽ പഠിപ്പാൻ വേറെ പഠിതാക്കൾ ഓരോ അധ്യായത്തെ ഓരോ വിഷയങ്ങളായിട്ട് തരംതിരിച്ച് പഠിപ്പിക്കാറുണ്ട്. നമുക്കറിയാം 1ാം അധ്യായത്തിൽ തേജസ്കരിക്കപ്പെട്ട യേശു ക്രിസ്തു, 2, 3 അധ്യായത്തിൽ 7 സഭയ്ക്കുള്ള ദൂത്, 4ാം അധ്യായത്തിൽ സഭ സ്വർഗത്തിലേക്ക്, 5ാം അധ്യായത്തിൽ വീണ്ടെടുപ്പിന്റെ ഗാനം, ഈ ഭൂമിയുടെ വീണ്ടെടുപ്പ്, 6ാം അധ്യായത്തിൽ 7 മുദ്രയിൽ 6 മുദ്ര പൊട്ടിക്കുന്നു, 7ാം അധ്യായത്തിൽ 144,000 പേർക്ക് മുദ്ര കിടുന്നു, 8ാം അധ്യായത്തിൽ 7ാം മുദ്ര പൊട്ടിക്കുകയും കാഹളങ്ങൾ മീട്ടുന്നു, 9ാം അധ്യായത്തിൽ യൂഫ്രട്ടീസ് നദീതീരത്ത് ബന്ധിച്ച ദൂതന്മാരെ അടിച്ചുവിടുന്നു, 10ാം അധ്യായത്തിൽ നമുക്കറിയാം ചെറുപുസ്തകം വാങ്ങി ഭക്ഷിക്കുന്നു, 11ാം അധ്യായം 2 സാക്ഷികൾ, 12 സൂര്യധാരിണിയായ ഒരു സ്ത്രീ, 13ാം അധ്യായം ഘോരവും ഭയങ്കരമായൊരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നു, 14ാം അധ്യായം സിയോൻ മലയിൽ കുഞ്ഞാടിനോടുകൂടെ 144,000 പേര്, 15ാം അധ്യായത്തിൽ മോശയുടെ പാട്ടും കുഞ്ഞാടിന്റെ പാട്ടും പാടി വീണ പിടിച്ചു വൈണികന്മാർ പളങ്ങ നദിയുടെ തീരത്ത് നിന്ന് പാടി പരമപിതാവിനെ മഹത്വപ്പെടുത്തുന്നു, 16ാം അധ്യായത്തിൽ 7 ക്രോധകലശങ്ങൾ കൊണ്ടൊടിക്കുന്നു, 17ാം അധ്യായം മർമ്മം മഗതിയാം ബാബിലോൺ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എത് ക്രിസ്തുവിന്റെ മണവാട്ടി, 18ാം അധ്യായം വാണിജ്യ ബാബിലോണിന്റെ അധപതനം 1 മണിക്കൂർ കൊണ്ട് കത്തിച്ചാമ്പലാകുന്നു, 19ാം അധ്യായം പ്രത്യാശയുടെ അധ്യായം കൂടെ കുഞ്ഞാടിന്റെ കല്യാണം, 20ാം അധ്യായം 1000 ആണ്ട് വാഴ്ച, 21ാം അധ്യായം പുത്തനറുശലേം, 22ാം അധ്യായം ഇങ്ങനെ പഠിക്കുന്നതാണ് നല്ലത്, നിത്യത. അപ്പോൾ നിങ്ങൾക്കാർക്കും സന്തോഷമില്ലെന്ന് തോന്നുന്നു. നമുക്ക് എങ്ങനെ ടീമിൻ്റെ കാര്യം നടന്ന് യോഗം തീരണം, എനിക്ക് വന്ന് പ്രസംഗിച്ചേച്ച് പോകണം, ഇതൊക്കെയാണ് നമ്മുടെ ചിന്ത. എന്നാൽ നിത്യത, സ്തോത്രം. ഇത് ലൈവ് ചെയ്യുന്ന എല്ലാവരും രക്ഷിക്കപ്പെട്ടവരല്ലയോ? യേശുക്രിസ്തുവിനെ അറിഞ്ഞതെല്ലാം ചെയ്തേച്ച് നരകത്തിൽ പോകരുത് ആരും. നമ്മൾ എല്ലാം വിശ്വാസികളാണ്. അപ്പം ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പം കൃപ പ്രാപിച്ച് എല്ലാവരും പാസ്റ്റർമാർ സഹിതം എല്ലാവരും കർത്താവിൻ്റെ വരവിടുകയും സ്തോത്രം. ഒരു കുഞ്ഞുങ്ങൾ പോലും നഷ്ടപ്പെട്ടു പോകരുത്. യേശുക്രിസ്തു മാത്രം ഏക രക്ഷകൻ, മറ്റൊരുത്തനിലും രക്ഷയില്ല. സ്തോത്രം. അപ്പൊ ശ്രദ്ധിക്കുക, വെളിപ്പാട് പുസ്തകം ഓടിച്ച് പഠിക്കുമ്പോൾ ഈ വിധത്തിലാണ് നമ്മൾ പഠിക്കുന്നത്. ചിലര് ഈ പുസ്തകം വായിക്കാറില്ല, വായിപ്പിക്കാറില്ല. ഇപ്പൊ പിന്നെ ചിലര് വായിക്കുന്നുണ്ട്. ഇത് വായിക്കുന്നവനും വായിച്ച് കേൾപ്പിക്കുന്നവനും സ്തോത്രം ഭാഗ്യവാന്മാരാ. മാത്രമല്ല ഇത് യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടാണ്. ചില ആൾക്കാർ ഈ കുൽസിത ചിന്തയുള്ളവർ പറഞ്ഞ യോഹന്നാൻ ഉണ്ടായ സ്വപ്നങ്ങളെല്ലാം കൂടെ അയാളെ പേടിച്ച് നാട് കടത്തി അങ്ങോട്ട് വെപ്രാളം കയറി അതുകൊണ്ടെല്ലാം പേക്കിനാവ് കണ്ടു. 7 തലയോ 10 തലയോ കൊമ്പോ എല്ലാം പേടിച്ചതാണ്ടെല്ലാം കണ്ടതെല്ലാം കൂടെ പേടിച്ച് കണ്ടതല്ല. ഇത് യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടാണ്. സ്തോത്രം. ഇത് വേഗത്തിൽ സംഭവിക്കാനുള്ള കാര്യങ്ങളാണ്. അത് 1ാം അധ്യായത്തിൽ തേജസ്കരിക്കപ്പെട്ട യേശു ക്രിസ്തുവിനെ ദർശിക്കുക. നാടുകടത്തപ്പെട്ട യോഹന്നാൻ പത്മോസ് എന്ന ദ്വീപിൽ ഏകനായിട്ടിരിക്കുമ്പോൾ ആമൻ തൻ്റെ അടുക്കലേക്ക് സർവജ്ഞനായ ദൈവം ഇറങ്ങി വരിക, ദൈവ സാന്നിധ്യം വെളിപ്പെടുകയാണ്. ഒരു കാര്യം എന്നെ കേൾക്കുന്നവരോട് പറയാം, നിന്നെ ഒറ്റപ്പെടുത്തുമ്പോൾ ഏകനായിട്ടിരിക്കുമ്പോൾ നിരാശപ്പെട്ടു പോകരുത്.
ആമേൻ, നമ്മുടെ കൂടെ ഇറങ്ങി വന്ന് ആശ്വസിപ്പിക്കുന്ന, സഹായിക്കുന്ന, സാന്നിധ്യം തരുന്ന ഒരു നല്ല കർത്താവ് നമുക്കുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ 1-ാം അധ്യായത്തിൽ തേജസ്കരിക്കപ്പെട്ട യേശു ക്രിസ്തു 2-3 അധ്യായം, ആ 2 അധ്യായത്തിൽ 7 സഭയ്ക്കുള്ള ദൂത. നമുക്കറിയാം, 1-ാം അധ്യായത്തിൽ പഠിക്കുമ്പോൾ കർത്താവ് സഭയ്ക്കകത്താ 7 നിലവിളക്കുകളുടെ നടുവിൽ. അങ്ങനെ യോശുവ പാസ്റ്റർ, അവിടെ നിങ്ങൾ പെട്ടെന്ന് വായിക്കുമെന്ന് എനിക്കറിയാം, എന്നാലും ഇപ്പം മൈക്ക് പുള്ളിയുടെ മുന്നിലല്ലയോ, ഒന്ന് വായിച്ചേ. 12 എന്നോട് സംസാരിച്ച നാദം എന്ത് കാണുവാൻ ഞാൻ തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ. ഇപ്പൊ ഇവിടെ എന്നെ കേൾക്കുന്നവർക്കും ലൈവിൽ ഇരിക്കുന്നവർക്കും ഇവിടെ ഇരിക്കുന്നവർക്കല്ല ഇത് മനപാഠമാണ്. ഇപ്പൊ നിങ്ങൾ പറയാം, അത് കുറച്ചുകൂടെ വേറെ കാര്യം കൂടെ ചേർത്ത് പറയാറുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒരു അന്തരീക്ഷം വന്നതിനെന്ന് ചിലപ്പോൾ ചിന്തിച്ച് കാണും. എന്നാൽ ഇത് ഒന്നും അറിയാൻ മേലാത്ത ആരെങ്കിലും എപ്പോഴേലും കാണുകയാണെങ്കിൽ അവരൊന്ന് അറിഞ്ഞോട്ടെ. നമ്മുടെ ഉന്നോ അതാണല്ലോ. സ്തോത്രം. ഈ വിളഞ്ഞു കൊന്തൊടിഞ്ഞതിൻ്റെ ഇടയിൽ പ്രസംഗിക്കുന്നതിൽ നല്ലത് ഒന്നും അറിയാൻ മേലാത്തതൊക്കെ ചെന്ന് യേശു രക്ഷിക്കും, യേശു പാപം മോചിക്കും, യേശു സമാധാനം തരും, യേശു സൗഖ്യം തരും, അത് മതി. നമ്മുടെ ആൾക്കാർ ഇത് പോയിന്റ് വല്ലതും വിട്ടുപോകുന്നുണ്ടോ, ആ കൃത്യം പോയിന്റ് പറഞ്ഞിട്ടുണ്ടോ, അതിൻ്റെ മൂലഭാഷ അങ്ങനെ തന്നെയാണോ? ഇപ്പം എല്ലാവരും ഈ മൊബൈലും ഇങ്ങനെല്ലാം നല്ലതാണ്. ഇപ്പം ഒരു ബൈബിളിൽ തന്നെ ഒരു ഭാഗത്ത് ഇംഗ്ലീഷ്, ഒരു ഭാഗത്ത് മലയാളം. അത് തന്നെ ഇപ്പോൾ ഉപദേശമാർക്കും കുഴപ്പമായിട്ട് വന്നിരിക്കുക. ശരിക്കും പഠിക്കാതൊന്നും ഒക്കത്തില്ല. അതുകൊണ്ട് വലിയ വകുപ്പ് പറയുന്നതിലും നല്ലത് ലളിതമായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് പെട്ടെന്ന് പോകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെ ലളിതമായിട്ട് ചില കാര്യം പറഞ്ഞേച്ച് പോകാം. സ്തോത്രം. അപ്പോൾ ശ്രദ്ധിക്കുക, 1-ാം അധ്യായം പഠിക്കുമ്പോൾ യേശു ക്രിസ്തു സഭയുടെ നടുവിലാണ്, 7 നിലവിളക്കുകളുടെ നടുവിൽ. നിങ്ങൾ ശ്രദ്ധിച്ചേ, എവിടെയും കർത്താവ് നടുക്കാ വരുന്ന, കിഴക്കല്ല. പണ്ട് നിങ്ങൾ ചിലരും എന്നെ ഇപ്പൊ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ട്, അവരുമൊക്കെ നമ്മൾ ചില വീടുകളിൽ ചെന്ന് സുവിശേഷം എല്ലാം പറഞ്ഞേച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം, പ്രാർത്ഥിച്ചാട്ടെ, നിനക്ക് ഇന്ന് രാത്രിയേലും വെളിവുണ്ടാകണം. അതിനായി പറയണത്. കിഴക്കോട്ട് നോക്കിയുള്ള ആരാധനയും പ്രാർത്ഥനയും സൂര്യാരാധനയാണ്. നമ്മുടേത് സൂര്യാരാധനയല്ല, ദൈവാരാധനയാണ്. അതുകൊണ്ട് യേശു ക്രിസ്തു നമ്മുടെ നടുക്ക. സ്തോത്രം. കർത്താവ് ചെന്നതും വന്നതും എല്ലാം നടുക്കല്ലേ. സ്തോത്രം. 12-ാമത്തെ ദിവസം പള്ളി ചെന്നപ്പോഴും നടുക്കായിരുന്നു. അല്ല, മൂല കയറി ഇരുന്ന കിഴക്കോട്ട് നോക്കിയിരിക്കുകയല്ലായിരുന്നു, നടുക്ക. മരണസമയത്തും 2 ദുഷ്പ്രവർത്തിക്കാരുടെ നടുക്ക. കർത്താവ് തന്നെ പറഞ്ഞു, 2 or 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ കിഴക്ക് വരാന്നല്ല, നടുക്ക. സ്തോത്രം. നിഴലായിട്ടൊരു വാക്യം പഴയ നിയമത്തിലുണ്ട്, ഞാൻ അവരുടെ നടുവിൽ വസിക്കുവാൻ അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം. ഇതെല്ലാം നടുക്ക. ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞും ശിഷ്യന്മാരും വട്ടമിരിക്കുമ്പോൾ അവരുടെ നടുക്ക. അവൻ നടുവില. ഇന്ന് രാത്രിയും അവൻ നമ്മുടെ നടുവിൽ. വാതിലടച്ചിരിക്കെ മധ്യത്തിലെ ശുവന്നാജ്ഞ നൽകി, വാതിലടച്ചിരിക്കെ മധ്യത്തിലെ ശുവന്നാജ്ഞ നൽകി, അഞ്ചിടാതെ നിങ്ങൾ ധൈര്യമായിടുവിൻ, എന്നും ഞാൻ കൂടെയുണ്ട്. സ്വർലോകരാജൻ, 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 സ്വർലോകരാജൻ. നമുക്ക് ഇന്നിപ്പോൾ ഈ 2 ശീല പാടാനേ ഒക്കുള്ളൂ, സമയം പോകുന്നത് കൊണ്ട്. എന്നതേ ഒക്കുള്ളൂ. അപ്പോൾ അവിടുന്ന് എവിടെ ചെന്നോ അവിടെ എല്ലാം നടുവിലുണ്ട്.
ഈ രാത്രിയിലും അവിടുന്ന് നമ്മുടെ നടുവിലുണ്ട്. മാറത്ത് പൊൻകച്ച കെട്ടിയവനായി ചുട്ടുപടിപ്പിച്ച വെള്ളോട്ടിന് സദൃശമുള്ള പാദമുള്ളവനായി 7 നക്ഷത്രം വലങ്കിൽ പിടിച്ചവനായി 7 പൊൻ നിലവിളക്കണ നടുവിൽ നിലയങ്ക് ധരിച്ച് നടകൊള്ളുന്ന നസറായൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. ഒരുപക്ഷെ വീട്ടിൽ അപ്പനും അമ്മയും മക്കളും കൂടി ഇരുന്നായിരിക്കും ഈ ശുശ്രൂഷ കാണുന്നത്. നിങ്ങളുടെ നടുവിൽ അവൻ വന്നിട്ടുണ്ട്. ഒരുപക്ഷെ നീ മറ്റൊരു സ്ഥലത്ത് എല്ലാവരുടെ ചേർന്നിരുന്നായിരിക്കും. മതി, അവിടുത്തെ നാമത്തിലാണോ അവൻ അവിടുത്തെ നടുവിലുണ്ട്. അപ്പോൾ ഇന്ന് രാത്രി കർത്താവ് നമ്മുടെ നടുവിലുണ്ട്, നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ 1-ാം അധ്യായത്തിൽ അങ്ങനെ പഠിക്കുമ്പോൾ സഭയുടെ നടുക്ക യേശു സഭയുടെ നടുവിലുണ്ട്. 7 സഭയാ നമുക്കറിയാം. എഫെസോസ്, സ്മുർന, പെർഗമോസ്, തുയതൈര, സർദീസ്, ഫിലദെൽഫിയ, ലവോദിക്ക. 7 സഭ. അപ്പോൾ 7 നിലവിളക്ക്, 7 സഭ, 7 നക്ഷത്രം, 7 ദൂതന്മാർ. അതാ 1-ാം അധ്യായത്തിന്റെ ഒടുവിൽ തന്നെ വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്. നമ്മൾ വ്യാഖ്യാനിക്കുകയും വേണ്ട. നമ്മളധികം വ്യാഖ്യാനിക്കാതിരിക്കുന്നതാ നല്ലത്. പരുവക്കേട നമ്മുടെ വ്യാഖ്യാനമാ. മഹോദരവത്തിന് മുമ്പ് സഭ പോവും. അപ്പം വേറൊരു കൂട്ടർ പറയുന്നു മഹോദരവത്തെ സഭ ഇവിടെ കാണും. അപ്പം വേറൊരു പുള്ളി എഴുന്നേറ്റു മഹോദരത്തിൻ്റെ പകുതി വരെ ഇവിടെ കാണും. അപ്പോൾ വേറൊരു കൂട്ടർ പറഞ്ഞു മഹോദരവും മുഴുവൻ ഇവിടെ സഭ കാണും. അപ്പം വേറൊരു കൂട്ടം വന്ന് മഹോദരം എന്ന് പറയുന്നതേ ഇല്ല. ഇന്നലെ എന്നോട് ഒരാൾ പറഞ്ഞു വെളിപ്പാട് 9 ഇപ്പം നടന്നുകൊണ്ടിരിക്കുക. വെളിപ്പാട് 9. ഞാൻ പറഞ്ഞത് യൂപ്പറട്ടീസ് നദീരത്ത് ബന്ധിച്ച ദൂതൻ അതൊന്നും പറഞ്ഞ ഒക്കത്തില്ല, 9 നടന്നുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു സാരമായ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞു. നമ്മളധികം വ്യാഖ്യാനിക്കാതിരിക്കുന്നതാ നല്ലത്. അപ്പം അത് പരുവക്കേടാന്ന് കണ്ടുകൊണ്ട് അവിടെ തന്നെ അതിൻ്റെ വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്. 7 നിലവിളക്ക്, 7 സഭ, 7 നക്ഷത്രം, 7 ദൂതന്മാർ. അപ്പോൾ 1-ാം അധ്യായത്തിൽ സഭയുടെ നടുക്ക് കർത്താവുണ്ട്. അവിടെ നിന്ന് രാത്രി നടുവിലുണ്ട്. സഭയുടെ ആരംഭ സമയം ആ 2-ാം അധ്യായത്തിന്റെ 1 പഠിക്കുമ്പോൾ എഫെസോസ് സഭയോട് ദൂത് പറയുമ്പോൾ 1-ാം അധ്യായത്തിന്റെ 13, 12, 13, 14 വാക്യം പഠിക്കുമ്പോൾ നടുവിലുണ്ട്, നിലവിളക്കുകളുടെ നടുവിൽ. എന്നാൽ കുറെ കാലം കഴിഞ്ഞപ്പോൾ, സമയം കഴിഞ്ഞപ്പോൾ 1-ാമത്തെ സഭ എഫെസോസ് സഭ, ആ സഭയെ പറ്റി ദൂത് പറയുമ്പോൾ നടുവിൽ വെറുതെ നിൽക്കുകയല്ല, നടുവിൽ കൂടെ നടക്കുക. ആ 2-ന്റെ 1 വായിച്ച ശിവ പാസ്റ്ററെ. എഫെസോസിലെ സഭയുടെ ദൂതൻ എഴുതുക, 7 നക്ഷത്രം വലങ്കൈ പിടിച്ചുകൊണ്ട്, 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചുകൊണ്ട്, 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നത്, 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ആശയം ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ. 1-ാം അധ്യായത്തിൽ സഭയുടെ നടുവിൽ അവൻ അവിടുന്ന് ഉണ്ട്. എന്നാൽ 2-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ എഫെസോസ് പ്രാരംഭ സഭയോട് ദൂത് പറയുമ്പോൾ അവൻ നടുവിൽ വെറുതെ നിൽക്കുകയല്ല, അവിടുന്ന് നടുവിൽ കൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞാൽ ഞാനും നിങ്ങളും ആരാധിക്കുന്ന യേശു ക്രിസ്തു ജീവനുള്ള ദൈവമാണ്. സ്തോത്രം. ഞാനും നിങ്ങളും ആരാധിക്കുന്ന യേശു ക്രിസ്തു ജീവനുള്ള ദൈവമാണ് എന്ന് പറഞ്ഞാൽ ബിൽഡിങ്ങിന്റെ മണ്ടയ്ക്കോ റോഡിന്റെ മുക്കിനോ ഓരോ 3 കൂടുന്ന കവലയ്ക്ക് എന്തുവാ സ്റ്റാച്ചു എന്നല്ലേ ഒരു ഇംഗ്ലീഷ് ഇരിക്കട്ടെ, കുഴിക്കാലേ വന്നതല്ലേ. പറ തെറ്റിയോ? പുള്ളി എന്നെ ഇടയ്ക്ക് ഞാൻ ഡൗട്ട് വരുമ്പോൾ ചോദിക്കും എങ്ങനെയാണ് പുള്ളി അത് കൃത്യം. അതുകൊണ്ട് എനിക്ക് ചിലയിടത്ത് രക്ഷപ്പെടാൻ ഒത്തിട്ടുണ്ട്. ഇനിയും പറഞ്ഞു തരണം. ഒരു ഇംഗ്ലീഷ് ഇരിക്കട്ടെ. എന്നാ നിങ്ങളുടെ ടീമിൻ്റെ ഒരു ഇംഗ്ലീഷ് പേരല്ലേ എന്തുവാ? മേഴ്സി. അങ്ങനെ മേഴ്സി തന്നെ ആര്? അപ്പം ഞാനും ഒരു ഇംഗ്ലീഷ് പറയാം, സ്റ്റാച്ചു. നിങ്ങൾ മേഴ്സി അല്ലേ? സ്റ്റാച്ചു ഇരിക്കാൻ. അപ്പൊ ശ്രദ്ധിക്കുക, 1-ാം അധ്യായത്തിൽ സഭയുടെ നടുക്ക് നിൽപ്പുണ്ട്. എന്നാൽ 2-ാം അധ്യായത്തിന്റെ പ്രാരംഭ വാക്യത്തിൽ വരുമ്പോൾ ആദ്യ സഭയാകുന്ന ആ സ്ഥലത്തെ ആദ്യത്തെ സഭയുടെ പേര് എഫെസോസ്. ആ സഭയുടെ നടുക്ക് വെറുതെ നിൽക്കുക, ഒരു സ്റ്റാച്ചു അല്ല, അവിടെ നടുവിൽ കൂടെ നടക്കുക. ഇന്ന് രാത്രി അവൻ നടുവിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുക. ഉൾപ്പൂവകളെ നിലവുകളെ ആരായുന്നുണ്ട്. നിന്റെ ചിന്തനങ്ങളും ഭാവങ്ങളും നന്നായിട്ട് വിവേചിക്കുന്നുണ്ട്. ഹൃദയത്തിലെ നിരൂപണം അറിഞ്ഞുകൊണ്ടിരിക്കുക. ഈ രാത്രിയും അവിടുന്ന് നമ്മുടെ നടുവിൽ നടകൊള്ളുന്നവനാ.
എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും ആരാധിക്കുന്ന യേശു ക്രിസ്തു ഒരു പ്രതിമയല്ലെന്ന്. ആമേൻ. ഒരു പ്രതിമയായും വണങ്ങരുത്. സ്തംഭമാകട്ടെ, സ്തൂപമാകട്ടെ, വിഗ്രഹമാകട്ടെ, ഒരു ബിംബമാകട്ടെ വണങ്ങരുത്, ഉണ്ടാക്കരുത്, നമസ്കരിക്കരുത്. പിന്നെ എങ്ങനെയാടാ പള്ളിയിൽ ഇതെല്ലാം വന്നേ? ഒന്നും പാടില്ല. ഈ രീതിയിൽ ആ പെന്തിക്കോസ് പോകുന്നെങ്കിൽ ഇനിയും പെന്തിക്കോസിലെ ഓരോരുടെ ബിംബവും മിക്കവാറും ഹോളിൽ കൊണ്ട് പ്രതിഷ്ഠിക്കാൻ സാധ്യത ഞാൻ കാണുന്നു. അപ്പച്ചനാണ് ഈ സഭ തുടങ്ങിയത്. അതുകൊണ്ട് അപ്പച്ചൻ്റെ അപ്പച്ചൻ്റെ ഫോട്ടോ നിന്റെ വീട്ടിൽ വെച്ചോണം, സഭാകോളി പാറ്റുകയല്ല. ഒരു രൂപം പോലും പാടില്ല. നിങ്ങൾ രൂപമൊന്നും കണ്ടിട്ടില്ലല്ലോ, അങ്ങനല്ലേ ചോദിച്ചത്? ഒരു രൂപം കണ്ടിട്ടില്ലല്ലോ. ദൈവത്തെ ആരും ഒരു നാളും ഒരു രൂപമാകട്ടെ, സദൃശമാകട്ടെ, സ്തംഭമാകട്ടെ, ബിംബമാകട്ടെ ഒന്നും പാടില്ല. ഞാൻ നിങ്ങളും ആരാധിക്കുന്ന യേശു ക്രിസ്തു ജീവനുള്ള ദൈവമാണ്. ഇന്ന് രാത്രി അവൻ നമ്മുടെ നടുവിൽ കൂടെ അവിടുന്ന് നടക്കുക. പ്രൈസ് ദി ലോർഡ്. ഞാൻ വിവരിക്കുന്നില്ല, സമയത്തെ ഭയപ്പെടുന്നത് കൊണ്ടാണ്. അപ്പൊ ശ്രദ്ധിക്കുക, 1-ാം അധ്യായത്തിൽ സഭയുടെ നടുക്കുണ്ട്. 2-ാം അധ്യായത്തിൽ വന്നപ്പോൾ വെറും സ്റ്റാച്ചുവായിട്ട് നിൽക്കല്ല, നടുവിൽ കൂടെ നടക്കുക. ഇനി ഇടയ്ക്കത്തെ സഭയുടെ ചരിത്രം പറയാനൊക്കത്തില്ല, നേരമില്ലാത്തതുകൊണ്ടാണ്. ഒടുവിലത്തെ സഭാ ചരിത്രം പഠിക്കുമ്പം നടുക്കുമില്ല, നടുവിലുമില്ല, അവിടുന്ന് വെളിയില്ല. 5-6 സഭയായപ്പോൾ ഇവർ കമ്മിറ്റിയും കൗൺസിലും കൂടി യേശുവിനെ പുറത്താക്കിയെന്ന് ഞാൻ പറയത്തില്ല, യേശു അങ്ങ് പുറത്തായി. നമ്മളെ പുറത്താക്കുന്നതിലും നല്ലത് അതാ. ഈ മുടക്കുന്നതിലും നല്ലത് ആദ്യം ഞാൻ അങ്ങ് പോകുക എന്ന് പറയുന്നതായിരിക്കും. ഇപ്പം എല്ലാം അങ്ങ് മുടക്കല്ലേ. ഈ പുള്ളി ആ പുള്ളിയെ മുടക്കുന്നു, ആ പുള്ളി ഈ പുള്ളിയെ മുടക്കുന്നു, ഇവർ രണ്ടുകൂടെ ചേർന്ന് വേറൊരു പുള്ളിയെ മുടക്കുന്നു. യവനെയെല്ലാം ദൈവം എന്നേ മുടക്കിയിട്ടിരിക്കുക. ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ മനസ്സിലാകുന്നവരുണ്ട്, അവർക്ക് മനസ്സിലായിക്കോളും. സ്തോത്രം. വിറ്റർ പാസ്റ്റൊക്കെ ഒരു വെപ്രാളം പോലെ തോന്നുന്നു. നെഞ്ചത്ത് കൈയൊന്നും വെക്കണ്ട. എൻ്റെ ദൈവമേ, ഇയാൾ ഇനി എന്നാക്കിയ 1/2 മണിക്കൂർ കൂടെ ഉണ്ട്, ഞാൻ കരുതി കൂട്ടിയാ വന്നേക്കുന്നത്. ബ്ലസനും പേടിക്കൊന്നും വേണ്ട. സ്തോത്രം. യേശുവിനെ മുടക്കിയതല്ല, യേശു അങ്ങ് വെളിയിൽ പോയതാ. കാരണം യേശു ക്രിസ്തുവിന് ഇരിക്കാൻ പറ്റുന്ന അന്തരീക്ഷമല്ല ഇപ്പം സഭയ്ക്കകത്ത്. അതെ, മിക്ക സഭയിലും അവിടുന്ന് വസിക്കുവാനും അവിടുത്തെ സാന്നിധ്യം അനുഭവിക്കുവാൻ പറ്റുന്നില്ല. കാരണം സഭയ്ക്കകത്ത് പലതും വേറെ പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് യേശു വെളിയില്ല. പിന്നെ ഈ അകത്ത് കുറേ പേരുണ്ട്, നിങ്ങളെ യേശുവിന് ഇഷ്ടമാണ്. അതുകൊണ്ട് എന്നാൽ പിന്നെ ഒന്ന് ചെല്ലാന്ന് ഓർത്ത് വാതിൽക്ക നിന്ന് മുട്ടുന്നു. അതാണ് സെക്രട്ടറി ചോദിച്ചു, ആരാ നിനക്ക് ഡിസ്റ്റർബ് ചെയ്യുന്നു? ബ്രദർ പോയി നോക്കിയാട്ട്. സെക്രട്ടറി പാസ്റ്ററുടെ ചേർന്നായിരിക്കുന്നത്. യേശു വെളിയില്ല. ട്രഷാർ ഇപ്പറ ഇരിക്കുക, യേശു വെളിയില്ല. പാസ്റ്റർക്ക് ശ്വാസം പോലും വിടാൻ മേല. നിങ്ങൾ രണ്ടുപേരെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നേ. ഈ വെട്ടം അടിക്കുന്നതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ മുഖം അങ്ങോട്ട് തിട്ടം കാണാൻ മേല. കർത്താവ് വെളിയില്ല. വാതിൽക്കൽ നിന്ന് മുട്ടുക. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇവിടെ പേരും പ്രശസ്തിയും സ്ഥാനവും മാനവും ഒന്നുമില്ലെങ്കിലും അവിടുത്തെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ടായിരിക്കണം. അവിടുന്ന് പുറത്തു പോകരുത്. അവിടുത്തെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് വേണം ദൈവത്തെ ആരാധിക്കാൻ. ദൈവത്തിന്റെ മകത്ത് ഞാൻ ആ ഭാഗം അങ്ങനെ അങ്ങ് വിടുക. നമ്മൾ വായിച്ചത് ഫിലദൽഫിയ സഭയോടുള്ള ബന്ധത്തിലുള്ള ദൂത. ഞാൻ മറ്റു ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ പറയുക, ജയിക്കുന്നവനെ ഞാൻ എൻ്റെ ദൈവത്തിന്റെ ആലയത്തിൽ ഒരു തൂണാക്കും. വെളിപ്പാട് പുസ്തകത്തിന്റെ ക്ലാസ് എടുത്തപ്പം കുരുളേച്ചൻ എന്നെ പഠിപ്പിച്ച ചില ഭാഗങ്ങളുണ്ട്, അതുകൂടെ ചേർത്താ ഞാൻ പറയാം. ഈ ഓരോ സഭയ്ക്കും കർത്താവ്
ദൂത് അറിയിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഭാഗം അറിയാം. സഭയോട് പൊതുവായ ചില തത്വങ്ങൾ അറിയിക്കാനുണ്ട്. പൊതുവായ തത്വം. അതിൽ ഒന്നാമത്തെ പൊതുവായ തത്വം, കർത്താവ് സഭയ്ക്ക് തന്നെ ഒന്ന് പരിചയപ്പെടുത്തും. 2, അഭിനന്ദിക്കാൻ വല്ല കാര്യം ഉണ്ടെങ്കിൽ അഭിനന്ദനം അറിയിക്കും. 3, ആക്ഷേപിക്കേണ്ട വല്ല വിഷയവും ഉണ്ടെങ്കിൽ സൂക്ഷ്മം ആക്ഷേപിക്കും. സ്തോത്രം. 4, പ്രബോധിപ്പിക്കേണ്ട വല്ല വിഷയം ഉണ്ടെങ്കിൽ പ്രബോധിപ്പിക്കും. 5, നല്ല മുന്നറിയിപ്പ് ഉണ്ടെങ്കിൽ അത് അറിയിക്കും. സ്തോത്രം. 6, നല്ലതുപോലെ സഭയെ വിവേചിക്കും. സ്തോത്രം. 7, എന്തേലും പ്രതിഫലം ഉണ്ടെങ്കിൽ അതുകൂടെ പറയും. ആമേൻ. ഇന്നതുണ്ടെന്ന്. അപ്പം കമ്പിവാചകം പോലെ അത് പറഞ്ഞേച്ചാൽ എന്നിനെയൊക്കെ ജയിക്കുന്നത് എല്ലാം ഇന്ന് ചടികടാന്നായിരിക്കും. ഇന്ന് പുറപ്പാട് 12 പോലെ തിടുക്കത്തോടെ എല്ലാം കുഞ്ഞാടിനെ കണ്ടിക്കുന്നതും ചോരയെടുക്കുന്നതും ഈസോപ്പിയടിയും എല്ലാം തിടുക്കമായിരിക്കണം. കാലിച്ചെരുപ്പിടുന്നതും അരമുറുക്കുന്നതും വടി പിടിക്കുന്നതും എല്ലാം തിടുക്കത്തോടെ. അപ്പം ഇന്ന് തിടുക്കത്തോടെ. അപ്പം ശ്രദ്ധിക്കുക, ഓരോ സഭയോടും കർത്താവ് ദൂത് പറയുമ്പോൾ ഇങ്ങനെയുള്ള പൊതു തത്വങ്ങളാണ് 7 സഭയോട്. അതിലൊന്ന്, കർത്താവ് സഭയ്ക്ക് തന്നെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കും. ആ പരിചയപ്പെടുത്തിയ വാക്യം ഒന്ന് വായിച്ച 3:7 വായിച്ച പാസ്റ്ററെ. ഫിലദൽഫിയയിലെ സഭയുടെ ദൂതനെഴുതുക, വിശുദ്ധനും സത്യവാനും ദാവീദിന് താക്കോലുള്ളവനുമായി, വിശുദ്ധനും സത്യവാനും ദാവീദിന് താക്കോലുള്ളവനായി, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്. സ്തോത്രം. അപ്പൊ സഭയ്ക്ക് കർത്താവ് തന്നെ ഒന്ന് പരിചയപ്പെടുത്തി. അല്ലയോ ഫിലദൽഫിയ സഭയോട് ഒരു ദൂത് പറയാം. നിങ്ങളോട് അരുളപ്പാട് പറയുന്ന, ആലോചന പറയുന്ന, സംസാരിക്കുന്ന ഞാൻ ആരാന്ന് ചോദിച്ചാൽ ഞാൻ വിശുദ്ധനാണ്. വിശുദ്ധനും സത്യവാനും. ഗ്ലോറി ജീസസ്. ഞാൻ വിശുദ്ധനാണ്. മാത്രമല്ല ഞാൻ സത്യവാനാണ്. ആമേൻ. വിശുദ്ധിയും സത്യവുമുള്ളവനെ അവിടുന്ന് വേറെ ആർക്കും സത്യമില്ല. ഞാൻ എന്നെയും പ്രതിയാക്കുക. നമ്മൾ ഇന്ന് തന്നെ എത്ര കള്ളം പറഞ്ഞു, പിന്നല്ല ഇന്നലത്തെ. സ്തോത്രം. ഇവിടെ ആരും പൂർണ്ണ വിശുദ്ധരല്ല. പൂർണ്ണ വിശുദ്ധരായ പിന്നെ ഇവിടെ ഒക്കത്തില്ല, നേരെ അങ്ങ് എടുക്കും. ചെല്ലു പറയണ്ടു, അയ്യോ പുള്ളി പൂർണ്ണ വിശുദ്ധനാ. ചുമ്മാ പറയുന്നത്, വെറുതെ പറയുന്നത്. ഇവിടെ ആരും പൂർണ്ണ വിശുദ്ധരല്ല. എന്നാൽ വിശുദ്ധിയുള്ള പൂർണ്ണ വിശുദ്ധനായ ഒരുവനേ ഉള്ളൂ, നസറയനാകുന്ന യേശുക്രിസ്തു. ഊനമില്ലാത്തവൻ, പാപമില്ലാത്തവൻ, പാപം ചെയ്യാത്തവൻ, പാപമേശാത്തവൻ, പാപം അറിയാത്തവൻ, പാപം തീണ്ടാത്തവൻ, പാപം ചെയ്യാത്ത പരമവിശുദ്ധനാണ് ക്രിസ്തു. വിശുദ്ധനും സത്യവാനുമായവനാ. ദാവീദിന്റെ താക്കോലുള്ളവൻ. ദാവീദിന്റെ താക്കോലുള്ളവനുമായി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ സഭയോട് ദൂറ് പറയുക. നിന്നോട് ദൂറ് പറയുന്ന ഞാൻ ആരാന്ന് വെച്ചാൽ, ഞാൻ അടച്ചാൽ ആരും തുറക്കത്തില്ല, ഞാൻ തുറന്നാൽ ആരും അടക്കത്തില്ല. ദൈവമക്കളോടുള്ള ദൂറ് പറയുക. നിനക്ക് വിരോധമായിട്ട് ഏതേലും വാതിൽ തുറന്നാൽ നീ പതറണ്ട, ദൈവം അത് അടച്ചോളും. നിനക്ക് അനുകൂലമായിട്ട് ആരേലും വാതിൽ തുറക്കുമ്പോൾ അത് അടയ്ക്കാൻ ആരേലും വന്നാൽ ദൈവം അത് നിയന്ത്രിച്ചോളും. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്ന സർവജ്ഞനായ ഒരു ദൈവത്തെയാണ് ഞാൻ നിങ്ങളും ആരാധിക്കുന്നത്. അതുകൊണ്ട് ദൈവനാസന്മാരോടും ദൈവമക്കളോടും ഒരു കാര്യം പറയാം, എന്നെ കേൾക്കുന്നവരോട്. നിനക്ക് വിരോധമായി അല്ല നമുക്ക് വിരോധമായി ആരെന്തോ കുൽസിത പ്രവർത്തനം നടത്തിയാലും മൈൻഡ് ചെയ്യരുത്. ഇപ്പം ഇതിനെ കുന്തത്തിനകത്തോടെല്ലാം എഴുതുകയല്ലേ, ഫേസ്ബുക്ക്, പിന്നെന്തുവാ വാട്സ്ആപ്പ്. അതൊക്കെ തെറ്റാന്ന് ഞാൻ പറയുന്നില്ല, നല്ലതാ. വേറെ പുസ്തകം വായിക്കല്ല, മുതുപാതിരാക്കിയിരുന്ന അങ്ങ് എഴുത്താ. ഇവൻ അങ്ങോട്ട് എഴുതി, അവൻ ഇങ്ങോട്ട് എഴുതി. ഇപ്പം ഈ ഖണ്ഡനത്തിൻ്റെ കാലമാണ്. കണ്ണിക്കാനാ കയറുന്നത്. അവസാനം ആവശ്യമില്ലാത്ത പറഞ്ഞേച്ചാ കണ്ണിക്കാൻ കയറി തോക്കുന്നത് കാണുമ്പോൾ എനിക്ക് നിന്നെ പണ്ടേ അറിയാം. ഒന്നേ മറ്റേ പുള്ളി നിന്റെ ചരിത്രമൊന്നും എന്നെ കൊണ്ട് ഇതിനാന്നോ ഇത് തുടങ്ങി. ആവശ്യമില്ലാത്തതല്ലേ എഴുതുകല്ലേ, എന്തെല്ലാം കാര്യങ്ങളാ എഴുതി വെക്കുന്നേ. എന്നെ കേൾക്കുന്ന പ്രിയരെ,
ഇത് ശരിയല്ല. കൂട്ടുസഹോദരന് വിരോധമായിട്ട് നീ ഒന്നും പറയരുത്, ഒന്നും പ്രവർത്തിക്കരുത്, ഒന്നും ചെയ്യരുത്. നമ്മളെല്ലാം ഒരപ്പത്തിൻ്റെ അംശികളാണ്. അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ അനുഭവത്തിൽ കൂടെ ചേർത്താ പറയുന്നത്. എന്തേലും ആരേലും പറയുകയോ പ്രവർത്തിക്കുകയോ ഇടപെടുകയോ ചെയ്യുമ്പം മൗനം ദീക്ഷിച്ചേക്കണം. അത്ര നേരം കൂടെ ഒന്ന് പ്രാർത്ഥിക്കാമോ? അതിന്റെ കാരണം അവിടെ എഴുതിയേക്കുന്നത്, നിങ്ങളോട് അരുളപ്പാട് പറയുന്ന ഞാൻ ആരാന്ന് ചോദിച്ചാൽ ആരും അടക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുവാൻ കഴിവുള്ള ദൈവമാണ്. ഞാനും നിങ്ങളും ആരാധിക്കുന്ന ദൈവം ആരാ? അടുത്ത കാലത്ത് മുളച്ച് കിളിച്ചു വന്ന ദൈവമല്ല, നിത്യനായ ദൈവമാണ്. ഇപ്പോഴാണ് നമ്മുടെ ഇടയിലുമൊക്കെ ഇങ്ങനെ ആയി ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം ദൈവം കളിക്കുക. പെണ്ണുങ്ങൾക്ക് അയച്ചവരുടെ കാശ് കൂടുതൽ, അതെ, ദൈവം കളിക്കുക. ദൈവത്തിൻ്റെതായ വിശേഷതയുണ്ട്, ക്വാളിറ്റി ഉണ്ട്. ഒന്ന്, ദൈവം നിത്യനാ. രണ്ട്, സർവശക്തനാ. അവിടുന്ന് സർവജ്ഞാനിയാ. അവിടുന്ന് സർവവല്ലഭനാ. സർവത്തെ നിയന്ത്രിക്കുന്നവനാ. സർവത്തെയും ഭരിക്കുന്നവനാ. സർവത്തിന്റെ മേലെ അധികാരമുള്ളവനാ. സൈമൺ സാറ് കൊടുത്ത പദം ഞാൻ എല്ലായിടത്തും ചൊല്ലും, എനിക്ക് എപ്പോഴും ചൊല്ലുന്നത് ഇഷ്ടമാണ്. സാറ് കൊടുത്തിരിക്കുന്ന പ്രയോഗം, സകല ലോകങ്ങൾക്കും അധികാരണം ഇവൻ. അതിന് വേണ്ട ശ്രുതി ഇടുകാണോ? ഹാർമോണിയാന്ന് ശ്രുതി ഇടുകാന്നെ കുഴപ്പമില്ല. ഇത് നമുക്ക് പിടിക്കുകയല്ല. അതാ, സകല ലോകങ്ങൾക്കും അധികാരണം ഇവൻ, സകല ഭൂതങ്ങൾക്കും ആകാരപ്രദനിവൻ, സകല ദേവവൃന്ദ വാന്തിത പദാംബുജൻ, സകല നിഷ്കലത്വം പേറുന്ന പെരിയവൻ, ആഗമകാരന്മാരിലാദമൻ, മോചത്തും സർവാഗമ പൊരുളാഗമി പരാജഗതിക്ക് ഏലെന്നോരപ്രിയമാം നാമമോദിയത് മൂലവസ്തുവാനാഥൻ ഉപദേശിച്ചിതല്ലോ. യഹോവയാകുന്നല്ല മോശീയ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള നാമം ഈശനാൽ പ്രകർഷിതമെന്നേ വേണ്ടു. ഗൂഢവിഗ്രഹനായിട്ടെങ്കിലും വർത്തിക്കലും കൂടസ്ഥൻ നിജാശകൻ ആത്മാവെന്നിവ രണ്ടും കാലാനുസാരം പ്രകടീകരിച്ചിടും. പുഷ്പകാലത്ത് കളകണ്ഠം കളകൂചിതം പോലെ അല്ലായെങ്കിൽ അതീശനെ മാനുഷരറിയുന്നാൽ ഇവൻ അഗാധസ്ഥിതനല്ലോ. പ്രപഞ്ചത്തിന്റെ മൂലകന്ധത്തെ കണ്ടെത്തുവാൻ പ്രപഞ്ചവാസികൾക്ക് കഴിവില്ലായ മൂലം സീയമാം മകത്തത്വ ബോധനം നടത്തുവാൻ ഈ ഉലകെങ്കിൽ ദൈവം അയപ്പു നിജാത്മാന നേരമില്ല. അതുകൊണ്ടാണ് സകല ലോകങ്ങൾക്കും അധികാരണം ഇവൻ. ഈ കാണുന്ന സകലത്തെ സൃഷ്ടിച്ചവൻ, ചമച്ചവൻ, പടച്ചവൻ, ഞാനും നിങ്ങളും ആരാധിക്കുന്ന സർവജ്ഞനായ ദൈവമാണ്. എബ്രായ ലേഖനത്തിലെ വാക്യം നമുക്ക് മനപ്പാടമാ. സകലത്തിന്റെ ലാക്കും സകലത്തിന്റെ കാരണഭൂതനും അവിടുന്ന്. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല, സകലതും അവനുളവാക്കി അവനായിട്ടുളവാക്കി. അതുകൊണ്ട് ഞാനും നിങ്ങളും ആരാധിക്കുന്ന ദൈവം നിത്യനായ ദൈവമാണ്, സർവജ്ഞനായ ദൈവമാണ്, സർവശക്തനായ ദൈവമാണ്. നിരാശപ്പെട്ടു പോകരുത്. സഭയോട് ദൂത് പറയുക, നിന്നോട് അരുളപ്പാട് പറയുന്ന ഞാൻ ആരാന്ന് ചോദിച്ചാൽ ആരും അടക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവനാ ഞാൻ. അതുകൊണ്ട് ആരേലും നാടൻ ഭാഷയെ ഓലപ്പാൻ വിട്ട് പേടിപ്പിക്കുമ്പോൾ നീ പേടിക്കരുത്, മറുപടിക്കും പോകരുത്, കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചോണം. ഞാൻ നിങ്ങൾ ആരാധിക്കുന്ന ദൈവം സകലത്തെ നിയന്ത്രിക്കുന്നവരാണ്. അപ്പൊ സഭയോട് ദൂത് പറഞ്ഞ് പരിചയപ്പെടുത്തി, ഓടിച്ച് പറയാം. ഒന്ന്, പരിചയപ്പെടുത്തി, എല്ലാ ഭാഗവും എടുക്കാൻ നേരമില്ല. രണ്ട്, സഭയെ ഒന്ന് അഭിനന്ദിച്ചു. ആ 3-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിന്റെ ഒടുവിലത്തെ ഭാഗം ഒന്ന് വായിച്ച അഭിനന്ദനം. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എന്റെ വചനം കാത്തു. അഭിനന്ദനമാണ്. നീ എന്റെ വചനം കാത്തു. ഫിലദൽഫിയ സഭയോട് പറയുക, പല സഭയും പല സഭക്കാരും പല വ്യക്തികളും വചനം കാക്കാതിരുന്നപ്പോൾ നിന്നെ അഭിനന്ദിക്കുക, നീ എന്റെ വചനം കാത്തു. സ്തോത്രം. എന്റെ കൂട്ടുവേലക്കാരോട് ഞാൻ പറയാം, വചനത്തെ നാം കാത്താൽ നമ്മെ ദൈവം കാക്കും. ഉപദേശത്തിനൊന്നും അയവ് വരുത്തരുത്. നമ്മൾ ബന്ധിക്കോസാ. കമ്മലും മാലയിട്ടൊരു അമ്മാമ്മ വന്ന്, അമ്മാമ്മ ഇച്ചിരി കനവുള്ള അമ്മാമ്മയാ, കനത്തിൽ തന്നെ ഇരുന്നോട്ടെ, നമ്മൾ ഒന്നും പറഞ്ഞില്ലല്ലോ.
പെന്തിക്കോസിന്റെ ഒരു ഉപദേശ ശൈലിയുണ്ട്. ആമേൻ. അത് കനവുള്ളവനൊക്കെ ഒരു ഭാഷയുണ്ടത് പറയുന്നത് മോശമാ, എന്നാലും കുഴിക്കാലെ പറയാതിരിക്കാനൊക്കത്തില്ല. സായിപ്പിനെ കാണുമ്പം നിങ്ങൾക്കറിയാം, നിങ്ങൾ ഡാഷ് പൂരിപ്പിച്ചോ, ചുമ്മാ ഇരിക്കല്ലേ. ഇത് പെന്തിക്കോസാ. കാശ് കാണുമ്പം, ആള് കാണുമ്പോൾ, പൊസിഷൻ കാണുമ്പോൾ, മറ്റ് പലതും കാണുമ്പോൾ ഇത് മയം വരുത്തരുതെന്നായി പറഞ്ഞത്. ആമേൻ. സ്തോത്രം. വചനത്തെ കാത്തോണം. ആമേൻ. ഇപ്പൊ പിള്ളേര് അമേരിക്കയിലും കാനഡയിലും ഡൽഹിയിലും ലണ്ടനിലും UK അയർലൻഡിലൊക്കെ പോയി നല്ല കാര്യം, ഇനിയും പൊക്കോട്ടെ, നല്ല കാര്യം, എല്ലാവരും ദൈവം അയക്കട്ടെ, ഞാൻ എതിരല്ല. പക്ഷെ അവിടെ ഇവിടെയും പോയിച്ച് അവിടെ ഇവിടെയും കാണുന്ന കോക്കാമ്പീച്ച് കൊണ്ടുവന്ന് ഇവിടെ ഇറക്കരുത്. അങ്ങനെ ഇറക്കാൻ വരുമ്പോൾ വചനത്തെ കാത്തു നിന്നോണം. ആമേൻ. ഈ കർത്താവിൽ മൺമറഞ്ഞ നമ്മുടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസനായിരുന്നു ഹാബേൽ ജി വർഗീസ്. ഹാബേൽ സാർ നമ്മുടെ അടൂരെ സെൻട്രൽ പാസ്റ്റർ ബെഞ്ചമിൻ വർഗീസ് അവറുകളുടെ ജ്യേഷ്ഠ സഹോദരനാണ് ഹാബേൽ ജി വർഗീസ്. അവരുടെ പിതാവായിരുന്നല്ലോ തൂവര കീവറിച്ചൻ. അവരുടെ വീട്ടുപേര് ദാനെന്ന് കുഴിയുന്ന. അപ്പോൾ ബെഞ്ചമിൻ വർഗീസ്, കാലേബ്, ഹാബേലച്ചായൻ, ബർണവാസ്, ഒരു പെങ്ങളുണ്ടായിരുന്ന റാഹേൽ കൊച്ചമ്മ, മിത്രപുരത്ത് തിങ്ങമ്പള്ളിയിലെ ചമ്മൽ സാറിൻ്റെ അവരുമൊക്കെ ആയിട്ട് വളരെ അടുപ്പമാണ്. അപ്പം അദ്ദേഹം നല്ല വിദ്യാ നിപുണനാണ് ഹാബേൽ ജി വർഗീസ്. പായിപ്പാട് കോളേജിലുമൊക്കെ അദ്ദേഹം പ്രിൻസിപ്പലുമൊക്കെ ആയിട്ട് നല്ല നല്ല ജ്ഞാനം അല്ലേ. കണ്ടിട്ടുണ്ടോ? ആരും കണ്ടിട്ടില്ലേ? ഷായി പാസ് കണ്ടിട്ടുണ്ടോ? ബ്ലസം കണ്ടിട്ടില്ലേ? പിന്നെ ഉണ്ടായിരുന്നേ പുള്ളിയോട് വലിയ താല്പര്യമില്ലായിരിക്കും അല്ലയോ. ഹാബേൽ ജി വർഗീസ് അവർകൾ അദ്ദേഹം അമേരിക്കയിൽ അന്നത്തെ കാലത്ത് പോയി പഠിച്ചതാണ്. ഇവിടുത്തെ TV തോമസ് സാറും അദ്ദേഹമൊക്കെ അന്ന് പോയി പഠിച്ചതാണ് അമേരിക്ക. നമ്മൾ അമേരിക്കയിൽ നിന്ന് ഇപ്പം പടത്തിൽ കാണുന്ന അല്ലാതെ അവരന്ന് പോയി പഠിച്ചതാണ് അവിടെ 50 കൊല്ലത്തിനൊക്കെ മുമ്പ്. അപ്പം അദ്ദേഹം വളരെ ജ്ഞാനമുള്ളയാളും ഞാൻ പറയണ്ടല്ലോ. അപ്പം അദ്ദേഹം പറയുന്നൊരു പ്രയോഗമുണ്ട് എപ്പോഴും. അദ്ദേഹം പറയുന്നതുകൊണ്ട് വലിയ വിഷയം വരികയില്ല, ഞാൻ പറയുമ്പോഴേ പ്രശ്നമാകുള്ളൂ. അപ്പം അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഞാനിപ്പം കടമെടുത്ത് പറയാം. അതിനാ ഇത് പ്രശ്നം ഒഴിവാകട്ടെ എന്നോർത്താ. അപ്പം അദ്ദേഹം പറയുമായിരുന്നു, പിന്നെ ഞാനൊരു ഇംഗ്ലീഷ് വേർഡ് പറയാൻ പോവാ, തെറ്റുകാരനെ പറയണം. അപ്പം അദ്ദേഹം പറയുമായിരുന്നു, വേൾഡിലെ ഏറ്റവും നല്ല പെന്തിക്കോസ് കൾച്ചർ കേരള പെന്തിക്കോസ് കൾച്ചറാണ്. ഞാനിപ്പോ ഒപ്പിച്ചതല്ലെന്ന് ഹാബേൽ ജി വർഗീസ് അവർ പറഞ്ഞതാ. അദ്ദേഹം ലോകം കണ്ട മനുഷ്യനല്ലേ, ആത്മീയരുടെ ഇടയിൽ. അദ്ദേഹം പറയുമായിരുന്നു, വേൾഡ് പെന്തിക്കോസിൽ ഏറ്റവും നല്ല പെന്തിക്കോസ് കൾച്ചർ കേരള പെന്തിക്കോസ് കൾച്ചർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മലയാളം സംസ്കാരം. ഒരു ഇംഗ്ലീഷ് ഒന്നുകൂടി ഇരിക്കട്ടെ, ഞാൻ എൻ്റെ മലയാളം അങ്ങ് പറയാം, സംസ്കാരം. അതാ പ്ലസ് എന്നാ വാച്ച് നോക്കുന്നത്, ഞാൻ നിർത്തുകയല്ലെന്ന് ഓർത്താണ്. കൃത്യം 9 നിർത്തും. കൂടെ നോക്കി കണ്ണ് മഞ്ഞളിക്കണ്ട. എനിക്ക് സുബോധമുള്ളതുകൊണ്ടല്ലേ ഞാൻ കൃത്യസമയത്ത് ഇവിടെ തന്നെ വന്നത്. കൃത്യം 9 നിർത്തും. അപ്പൊ ശ്രദ്ധിച്ചേ, എന്നെ കേൾക്കുന്ന ഈ അഭിഷിക്തന്മാരോടും ദൈവ കുഞ്ഞുങ്ങളോടും പറയാം, നീ വചനത്തെ കാത്തോണം. എന്റെ കൂട്ടുവേലക്കാരോട് പറയാം, സഭയിൽ കാശുള്ള അച്ചായന്മാര് കാണും, കഴിവുള്ള അച്ചായന്മാര് കാണും, അമേരിക്കക്കാരി അമ്മാമ്മ കാണും, ലണ്ടൻകാരൻ അച്ചായൻ കാണും, സഭയ്ക്ക് സ്ഥലം തന്ന ഉപ്പാപ്പൻ കാണും, കൊച്ചപ്പൻ കാണും. അതൊക്കെ നല്ലത്. സഭയ്ക്ക് പാനും മേടിച്ചിട്ട് കാണും. പക്ഷേ അതൊന്നും കണ്ട് വചനത്തെ കോട്ടി മാറ്റരുത്. വചനത്തെ കാത്തോണം. നിങ്ങൾ വചനത്തെ കാത്താൽ നിങ്ങളെ ദൈവം കാക്കും. എന്റെ കൂട്ടുവേലക്കാരോടും ദൈവ കുഞ്ഞുങ്ങളോട് പറയാ, നീ വചനത്തെ കാത്താൽ ദൈവം നിന്നെ കാക്കും. നിന്റെ ആവശ്യങ്ങൾ നടത്താൻ ദൈവം വിശ്വസ്തനാ. സ്തോത്രം. ഇനി കോവിഡാ, എപ്പോഴാ വീട്ടിൽ തന്നെ ചെല്ലാൻ പറ്റുമോന്നൊന്നും, അതുകൊണ്ട് കൃത്യം കാര്യം പറഞ്ഞോണം. ഒരുത്തനെ നോക്കരുത്. സ്തോത്രം. ഒരു കുഞ്ഞും യേശു വരാറായി. സ്തോത്രം. കാഹളം ധ്വനിക്കാറായി. തിരുസഭ എടുക്കപ്പെടാറായി. ഒരല്പസമയം കൂടെ ഉള്ളൂ.
ഡമ്പോടുവാണിടും ധനാഢ്യ സാധുക്കളായോരും ഡമ്പോടു വാണിടും ധനാഢ്യർ സാധുക്കളായോരും എല്ലാരും അന്ത്യ ഒരുപോലെ ലോക എല്ലാരും അന്ത്യ ഒരുപോലെ ലോക ഇല്ലാതെ വെടിഞ്ഞിടും നീ അതു മറക്കാതെ ആനന്ദമേറും നിൻ ജീവകാലം മറയും നിഴൽ പോലെ നീ അതു മറക്കാതെ. അപ്പൊ ശ്രദ്ധിക്കുക, ഞാൻ എല്ലാ ഭാഗവും എടുക്കുന്നില്ല. അപ്പോ സഭയെ അഭിനന്ദിക്കുക. അല്ലയോ സഭയെ, ഒരു കാര്യം പറയാം. നിന്നോട് ദൂത് പറയുന്ന സംസാരിക്കുന്ന ഞാൻ നിന്നെ അഭിനന്ദിക്കാനൊരു കാരണമുണ്ട്. നീ എന്റെ വചനത്തെ കാത്തു. സ്തോത്രം. പ്രായമുള്ളവരോടും യൗവനക്കാരോടും ദൈവദാസന്മാരോടും ദൈവകുഞ്ഞുങ്ങളോട് പറയാ, വചനത്തെ കാത്തോണം. ഈ എനിക്ക് ആദിമ പിതാക്കന്മാരെ ഒന്നും അറിയത്തില്ല, ഞാൻ കണ്ടിട്ടില്ല. പെന്തിക്കോസിലെ 1-ാം തലമുറയോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. പന്തളമത്തായിച്ചനെ ഞാൻ കണ്ടിട്ടില്ല. ഈ പറഞ്ഞ ഹാബേൽജി വർഗീസിന്റെ പിതാവ് തൂവര കീവറിയച്ചൻ ഞാൻ കണ്ടിട്ടില്ല. പരുത്തിപ്പാറ ഉമ്മച്ചൻ, ആ ഏരിയയിലുള്ള അത്തമുടി ഉമ്മച്ചൻ, പരുത്തിപ്പാറ ഉമ്മച്ചൻ വരെ ഞാൻ കണ്ടിട്ടില്ല. ബഹുമാനപ്പെട്ട കെയ്യപ്രകാം സാറപ്പച്ചനെ ഞാൻ കണ്ടിട്ടില്ല. CK ദാനിയേൽ അവർകളെ കണ്ടിട്ടില്ല. അപ്പോൾ 1-ാം തലമുറയിൽ പെന്തിക്കോസിൽ കേരളത്തിലെ പെന്തിക്കോസുകാരെ ഞാൻ, എന്നാൽ 2-ാം തലമുറക്കാരെ പലരെയും കണ്ടിട്ടുണ്ട്. പലരുമായിട്ട് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നവർ പലരുമായിട്ട് നല്ല ആത്മീക ബന്ധവുമുണ്ട്. അപ്പൊ ഈ 2-ാം തലമുറക്കാർ പറഞ്ഞുള്ള അറിവും 1-ാം തലമുറക്കാരുടെ അനുഭവവും 2-ാം തലമുറയിൽപ്പെട്ട ചിലരുടെ ജീവിതവും ഒക്കെ കണ്ട് അവര് ഈ വചനം കാക്കാൻ ഒത്തിരി വില കൊടുത്തതാണ്. ആമേൻ ജീസസ്. അതെ, കല്യാണ പന്തലിൽ നിന്ന് എഴുന്നേപ്പിച്ച് വിട്ടിട്ടുണ്ട് ചിലരെ. അന്നൊക്കെ ഇലയാന്നല്ലോ, ഇല ഇട്ട് ഇല കഴിക്കാൻ വന്ന ഇല വലിച്ചു, പാട്ട കൊട്ടി കളിയാക്കി, ചാണകവെള്ളം ഒത്തിരി. ഞാൻ 1-2 സൂചന തന്നേ ഉള്ളൂ. അവരെല്ലാം പക്ഷെ വചനം കാത്തു. ആമേൻ ജീസസ്. അവരൊക്കെ വചനം കാത്തത് കൊണ്ടാ 2-ാം തലമുറ 3-ാം തലമുറ ഇപ്പോഴത്തെ കൊച്ചുമക്കളും കൊച്ചു മക്കളുമൊക്കെ ഇങ്ങനെ പെരുവരിലേ നടക്കുന്നത്. അല്ല, നിന്റെ ഗുണം കൊണ്ടൊന്നും അല്ല. സ്തോത്രം. നിന്റെ ഗുണം ഇപ്പം മൈക്ക് കൂടെ പറയാതിരിക്കുന്നതാ നല്ലത്. അതെ, വചനം കാക്കുന്നവന് ദൈവം കാക്കും. അവന്റെ സന്തതിയെ ദൈവം കാക്കും. അവന്റെ കുടുംബത്തെ ദൈവം കാക്കും. ഇനി അല്പസമയമേ ഉള്ളൂ. എന്നെ കേൾക്കുന്ന പ്രിയരെ, വചനത്തെ കാത്ത് വിശ്വസ്തയോടെ നിന്നാൽ നിനക്കും നിന്റെ കുടുംബത്തിനും അനുഗ്രഹമാണ്. ഞാൻ ദീർഘമാക്കുന്നില്ല. അപ്പോൾ 1 പരിചയപ്പെടുത്തി, 2 അഭിനന്ദനം. അഭിനന്ദിച്ചതാണ് എൻ്റെ വചനം കാത്തു. 3-ാമത്തത് ആക്ഷേപങ്ങളാണ്. ആ 8-ാമത്തെ വാക്യത്തെ തന്നെ ആക്ഷേപമായിട്ടൊരു കാര്യം ഓർപ്പിച്ചിട്ടുണ്ട്. 8-ാം വാക്യം ഒന്ന് വായിച്ചേ. 3:8. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. അതാർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും. ചെറിയൊരു ആക്ഷേപം. നിനക്കിപ്പം അല്പമേ ശക്തിയുള്ളൂ. അതൊരാക്ഷേപമായിട്ടാണ്. അല്പമേ ശക്തിയുള്ളൂ. നിന്റെ ഇരിപ്പ് കണ്ടാൽ വലിയ കുതിര ശക്തി പോലൊക്കെയാ ഇരിപ്പ്. ഞായറാഴ്ച വന്ന് പാസ്റ്റർ ഇപ്പറേ വന്ന് ഇരിപ്പ് കണ്ടാൽ കുതിര ശക്തി പോല. പക്ഷേ ഒരു ശക്തി നീ അഭിഷേകം പോലും പ്രാപിച്ചില്ല. ഇല്ല, പ്രാപിച്ചിട്ടില്ല. ഇനി നിനക്ക് പ്രാപിക്കാൻ വലിയ താല്പര്യവും ഇല്ല. ഇനി അഥവാ താല്പര്യപ്പെട്ടിരുന്നാലും നീ നന്നായിട്ട് വില കൊടുക്കണം. കാരണം എന്തെല്ലാം കേസുകളിലാണ് നീ ഇത്രയും കൊല്ലം കൊണ്ട് ഇല്ലേ ഇടപെട്ടത്. പണ്ട് മാങ്ങാനും ജോസഫ് ഉപദേശിച്ച് വന്ന അഭിഷേകം പ്രാപിക്കാൻ നേരത്ത് കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചാൽ പറഞ്ഞതാ, പ്രാപിക്കാനൊരു പുള്ളി ഇരിക്കുക, എന്ത് ചെയ്താൽ പ്രാപിക്കുന്നില്ല. അവസാനം പുള്ളി വെളിപ്പാട് കണ്ടു ഒരു കാളക്കടാവിനെ. അപ്പോൾ പണ്ട് അടിച്ചു മാറ്റിയതാ അല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ അഭിഷേകം പ്രാപിക്കാതിരിക്കണ എന്തെല്ലാം കാഴ്ചകളാണ് കാണുന്നത്.
ബൗച്ചർ കീറിയത് തന്നെ, സഭാപണ്ട് മോട്ടിച്ചത് വേറെ, ലെറ്റർ എഴുതിയത് വേറെ. മുമ്പേ പറഞ്ഞില്ല മുടക്ക് എന്തെല്ലാമാ. സ്തോത്രം, ഞാൻ വിവരിക്കുന്നില്ല. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ. ഉണ്ടോ? ഒരു ചെറിയ ആക്ഷേപമാണ്. പക്ഷെ ഈ ആക്ഷേപം കേട്ട് ഉടക്കുണ്ടാക്കി പോകരുത്. നീ വിനയപ്പെട്ടോണം, സമ്മതിക്കണം. കർത്താവേ, എനിക്ക് അല്പമേ ശക്തിയുള്ളൂ. പല വിഷയത്തിൽ ഇടപെട്ട് പല കാര്യത്തിനകപ്പെട്ട് നീ എന്നെ പകർന്ന ദൈവശക്തി ചോർന്ന്. പക്ഷെ ഇന്ന് രാത്രി ഞാൻ മടങ്ങി വരികയാ. നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്കെന്നെ മേത്രാണ്. എലീശ പറഞ്ഞതുപോലെ പറ, നിന്നെ വിട്ട് പിരിയാൻ എന്നോട് പറയരുത്. ആമൻ, നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് പ്രാപിച്ചല്ലാതെ ഞാൻ പുറകോട്ട് പോകത്തില്ല. ഗിൽഗാൽ എനിക്ക് വിഷയമല്ല, ബേഥേൽ എനിക്ക് വിഷയമല്ല. ഞാൻ നിന്റെ പുറകെ വരും. ഞാൻ നിങ്ങൾ ഒന്നും സമ്മതിക്കത്തില്ല. അല്പമേ ശക്തി ഉണ്ടെന്ന് പറഞ്ഞാൽ സമ്മതിക്കത്തില്ല. ഞങ്ങളുടെ ഒരു അമ്മ ഇരുന്ന് ഉറങ്ങുക. അപ്പം വീഡിയോ എടുത്ത ആൾ പറഞ്ഞ്, അമ്മേ ഉറങ്ങരുത്. ഓ, ഞാൻ വെളിപ്പാടുകൾ കണ്ടുകൊണ്ടിരിക്കുക. തള്ളകുത്തിയിരുന്ന് ഉറങ്ങുക. എങ്ങനെയുണ്ട്? സമ്മതിക്കുകയല്ല. എന്നാൽ നിങ്ങൾ വേറെ പുസ്തകം പഠിക്കുമ്പോൾ ഈ ദാവീദ് പാപം ചെയ്തു, നമുക്കറിയാം ആ വിഷയം. കൽപ്പനാലംഘനം നടത്തി. പക്ഷെ നാഥാൻ വന്ന് പറഞ്ഞപ്പോൾ അനുദപിച്ചു. എനിക്ക് വേറൊരു വിഷയം, പുള്ളിയോട് ഒരു ബഹുമാനം. ഒരിക്കൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ രാജാഭിഷേകം പ്രാപിച്ചവനാ, പക്ഷെ ഇന്ന് ഞാൻ ബലഹീനനാ. നിങ്ങൾ ആ വാക്യം ഒന്ന് വായിച്ചേ. ശമൂവേലിന്റെ 2-ാം പുസ്തകം 3-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം അല്ലയോ? ഒന്ന് വായിച്ചേ. അബ്നേര് മരിച്ചപ്പം ദാവീദ് പറഞ്ഞൊരു പദമാ ആ ഭാഗം. ഒന്ന് വായിച്ചേ ഷൂ പാസ്റ്റേ, ചടേന്ന് വായിര്. ശമൂവേലിന്റെ 2-ാം പുസ്തകം 3:10 അല്ലേ? യഹോവ ദാവീദിനോട് സത്യം ചെയ്ത പോലെ വായിച്ചോ. ഞാൻ രാജാഭിഷേകം പ്രാപിച്ചവൻ എങ്കിലും ഇന്ന് ഞാൻ ബലഹീന. ആ 3-ാം അധ്യായത്തിന്റെ അതിന്റെ 38-39 വാക്യം ഒന്ന് വായിച്ചേ. ഇന്ന് ഇസ്രായേലിൽ ഒരു പ്രഭുവും മഹാനുമായവൻ ദാവീദ് പറഞ്ഞ പദമാ. ഇന്ന് ഇസ്രായേലിന് പ്രഭു മഹാനുമായവൻ പട്ടുപോയത് നിങ്ങൾ അറിയുന്നില്ലയോ? ഞാൻ രാജാഭിഷേകം പ്രാപിച്ചവൻ എങ്കിലും ഇന്ന് ബലഹീനനാകും. ഇന്ന് ബലഹീന, സമ്മതിച്ചു. ഞാൻ രാജാഭിഷേകം പ്രാപിച്ചവനാ, പക്ഷെ ഇന്ന് ഞാൻ സമ്മതിക്കണം. ലംഘനം മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല, എന്നാൽ ഏറ്റു പറയുന്നവർക്ക് കരുണ ലഭിക്കും. അപ്പൊ ഇവിടെ ആക്ഷേപമായിട്ട് പറഞ്ഞു, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ. അന്നേരം ഉടക്കുണ്ടാക്കരുത്, സമ്മതിക്കണം. അത് സമ്മതിച്ച് അനുദപിച്ചാൽ ദൈവശക്തിയാൽ വീണ്ടും ദൈവം. ഞാൻ ഇനി ബാക്കി ഭാഗം അത് പരിചയപ്പെടുത്തലും അഭിനന്ദനവും ആക്ഷേപവും ഇനി പ്രബോധനവും മുന്നറിയിപ്പും വിവേചനവും പ്രതിഫലവും പറയേണ്ടതാ. അതിന് സമയമെടുക്കുന്നില്ല. ഇനി ഒരല്പസമയമുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ കുറുവാക്യം ജയിക്കുന്ന വിഷയമാണല്ലോ. ജയിക്കുന്നവനെ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ തൂണാക്കും. എന്തിനെയൊക്കെ ജയിക്കണം? 7 സഭയോടുള്ള ബന്ധത്തിൽ 7 കൂട്ടം കാര്യം ജയിക്കണം. 1, കള്ളയപ്പോസ്തലന്മാരെ കണ്ടുപിടിച്ച് ജയിക്കണം. 2-ാം അധ്യായത്തിന്റെ 2-3 വാക്യം വായിച്ചേ പെട്ടെന്ന്. ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും അപ്പോസ്തലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാരെന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാരെന്ന്. അപ്പോൾ എന്തിനെയൊക്കെ ജയിക്കണം? 1, കള്ളയപ്പോസ്തലന്മാരെ കണ്ടുപിടിച്ച് ജയിക്കണം. സ്തോത്രം. എല്ലാരും ഒന്നും അപ്പോസ്തോലനല്ല. ഒരിടയ്ക്ക് ഇപ്പം പിന്നെ കൺവെൻഷൻ ഒന്നും അധികം നടത്താത്തതുകൊണ്ട് ഒരിടയ്ക്ക് നോട്ടീസ് മുഴുവൻ അങ്ങ് അപ്പോസ്തോലന്മാരാ. അപ്പോസ്തോലൻ പുസ്തകക്രമം പോലും അറിയാൻ മേല അപ്പോസ്തോലൻ. 66 പുസ്തകം ഒന്ന് അപ്പോസ്തോലൻ പറയാൻ പറഞ്ഞ അടുത്ത ആഴ്ച പറയാന്ന് പറയും. അതാണ് അപ്പോസ്തോലൻ. കള്ളയപ്പോസ്തലന്മാരെ കണ്ടുപിടിക്കണം. അപ്പോസ്തലന്റെ ലക്ഷണമുണ്ട്, അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വെളിപ്പെടുക. അപ്പോസ്തലൻ ഉപദേശപരമായ വിഷയത്തിൽ ഗ്രാഹ്യമുള്ള ആളായിരിക്കണം. വാക്യങ്ങൾ എടുപ്പിക്കുന്നില്ല. അപ്പോസ്തലൻ സഭയിൽ അഭിപ്രായ വ്യത്യാസം വന്നാൽ 2 കഷണമാക്കുകയല്ല.
നിങ്ങൾ എത്ര കുടുംബമുണ്ട്? ഞങ്ങൾ 12 കുടുംബം. ഒരു കാര്യം ചെയ്യും, തങ്കച്ചാൻ്റെ വീട്ടിലോട്ട് 4 മണിക്ക് തുടങ്ങി ആരാധന, ഞാൻ 3:30 ആകുമ്പോൾ വന്ന് ഉദ്ഘാടനം ചെയ്യും. നിങ്ങൾ എത്ര പേരുണ്ട്? ഞങ്ങൾ 18 വീട്ടുകാരുണ്ട്, പഴയതാ. നിങ്ങൾ ഇവിടെ തന്നെ ഇരുന്നാൽ മതി, ഞാൻ രാവിലെ വരും. 2 കഷണമാക്കുകയല്ല അപ്പോസ്തലൻ, പ്രശ്നങ്ങൾ പറഞ്ഞ് പരിഹരിച്ച് സഭയെ ഒന്നാക്കണം. ആമേൻ. അനാപ്പോസ്തലിക ശുശ്രൂഷ. ആദിമസഭ യവനായ സ്ത്രീകളും യപ്പനായ സ്ത്രീകളും പ്രശ്നമുണ്ടാക്കിയപ്പോൾ പ്രശ്നം രൂക്ഷമായി അപ്പോസ്തലന്റെ അടുക്ക് വന്നു. എൻ്റെ ശൈലി പറയുക, പെണ്ണുങ്ങൾ കമ്മിറ്റി കൂടി ബില്ല് പാസ്സാക്കി. അങ്ങനെ പെണ്ണുങ്ങൾ കമ്മിറ്റി കയറുന്ന പെണ്ണുങ്ങളുണ്ട്. ചില സഭയിലൊക്കെ പെണ്ണുങ്ങളാണ് നിയന്ത്രിക്കുന്നത്. അങ്ങനെയുള്ള പെണ്ണുങ്ങളും നിങ്ങൾ എന്നെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നു. സാക്ഷി പറയുമ്പോൾ അമ്മാമ്മയാണ് ഒടുവി സാക്ഷി പറയുന്നത്. ഒടുവി പ്രാർത്ഥിക്കുന്ന അമ്മാമ്മമാരും അതൊക്കെ മെനക്കേട് കേസാണ്. അതൊന്നും ഇരിക്കുന്നിടത്ത് എരിയാകുകയല്ല. പിന്നെ ഉപദേശം എന്തിനാണ് അവിടെ ഇരിക്കുന്നത്? ഉപദേശം ഇങ്ങനെ സ്റ്റാമ്പ് എടുത്തിങ്ങനെ അങ്ങനെയുള്ളിടത്ത് ഇരിക്കാതിരിക്കുന്നതാ. എന്തിനിങ്ങനെ ചുമ്മ? സഭയിൽ ഭിന്നാഭിപ്രായങ്ങൾ വരും. അപ്പൊ യവനായ സ്ത്രീകൾ യപ്പനായ സ്ത്രീകൾ ഒരു അഭിപ്രായ വ്യത്യാസം, പ്രശ്നം വഷളായി. എൻ്റെ ശൈലി പറയുക, സ്ത്രീകൾ കമ്മിറ്റി കൂടി ബില്ല് പാസ്സാക്കിയിട്ട് പത്രോസിനോട് പറഞ്ഞു, പിന്നെ ചില പ്രശ്നമാണ്, ഞങ്ങൾ ഇന്നലെ കമ്മിറ്റി കൂടി ബില്ല് പാസ്സാക്കി, ഇപ്പം വിളമ്പുന്നവരാരും വിളമ്പണ്ട. ഇനി പീറ്റർ അച്ചാൻ അടുത്ത ആഴ്ച മുതൽ. അപ്പം പീറ്റർ പറഞ്ഞതേ, എൻ്റെ ഭാഷയെ പറയാം, അമ്മാമ്മേ അഭിപ്രായം നല്ലതാ, പക്ഷെ വേല മനസ്സിരിക്കട്ടെ. ദൈവവചനം ഉപേക്ഷിച്ച് മേശമേൽ ശുശ്രൂഷിക്കുന്നത് ഞങ്ങൾക്ക് എന്ന് പറഞ്ഞ അപ്പോസ്തലന്മാർക്ക് വിഹിതമല്ല. അതുകൊണ്ട് നിങ്ങളുടെ ഇടയിൽ നിന്ന് ജ്ഞാനവും നല്ല സാക്ഷ്യവും പരിശുദ്ധാത്മ നിറവുള്ള 7 പേരെ തിരഞ്ഞെടുക്കട്ടെ. അവർ മേശമേൽ ശുശ്രൂഷിക്കട്ടെ. അടുത്ത പ്രയോഗം, ഞങ്ങളോ അപ്പോസ്തലന്മാർ, ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉത്തിരിക്കും. ഇത് അപ്പോസ്തലിക ശുശ്രൂഷ. ഇങ്ങനെയുള്ള അപ്പോസ്തലന്മാരെ മനസ്സിലാക്കണം. അല്ലാത്ത അപ്പോസ്തലനെ കള്ളന്മാരെ കണ്ടുപിടിച്ച് ജയിച്ചോണം, ഇല്ല നീ വെട്ടിനകത്താകും. പഴമക്കാർ പറയും, വെളുത്തതെല്ലാം പാലല്ല, മിന്നുന്നതല്ല പൊന്നല്ല. അപ്പോൾ എന്തിനാ ജയിക്കണം? കള്ളയപ്പോസ്തലന്മാരെ കണ്ടുപിടിച്ച് ജയിച്ചോണം. ടീമിലുള്ളവരോടും പറയാം, സ്തോത്രം, കള്ളയപ്പോസ്തലന്മാരെ കണ്ടുപിടിക്കണം. നമുക്ക് പെട്ടെന്നൊന്നും അറിയത്തില്ല, പെട്ടെന്നൊന്നും പിടികിട്ടുകയല്ല. ഞാൻ ആ ഭാഗത്തേക്ക് ഒന്നും പോകുന്നില്ല. നന്നായിട്ട് വിവേചിച്ചോണം. സ്തോത്രം. അപ്പൊ 1 കള്ളയപ്പോസ്തലന്മാരെ കണ്ടുപിടിച്ച് ജയിക്കണം. 2 ദൂഷണം പറയുന്ന ആൾക്കാരുണ്ട്, സാത്താന്റെ പള്ളിക്കാർ. ഇവരുടെ തൊഴിൽ ദൂഷണം പറച്ചില്ല. 2-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം വായിച്ചേ. ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും നീ ധനവാനാകുന്നു താനും തങ്ങൾ യഹൂദരെന്ന് പറയുന്നെങ്കിലും, തങ്ങൾ യഹൂദരെന്ന് പറയുന്നു എങ്കിലും യഹൂദരല്ല, സാത്താന്റെ പള്ളിക്കാരുടെ ദൂഷണം. അപ്പോൾ ഞാൻ ഇങ്ങനെ പറയുന്നത്, 1 കള്ളയപ്പോസ്തലന്മാരെ കണ്ടുപിടിച്ച് ജയിക്കണം. ജയിക്കുന്നവനെ ആ തൂണാക്കുന്നത്. 2 സാത്താന്റെ പള്ളിക്കാരുണ്ട്, അവരുടെ പരിപാടി ദൂഷണം പറച്ചില്ല. നമ്മൾ ഓർക്കുന്ന സാത്താന്റെ പള്ളിക്കാരൊന്നും അവരെ അല്ല, ഇതിനകത്തുണ്ട്. അവർക്ക് മെമ്പർഷിപ്പ് വരെ ഉണ്ട്. അവർ കർത്തൃമേശ എടുക്കുന്നുണ്ട്. അവരായിരിക്കും അപ്പം എടുത്തോണ്ട് ചിലപ്പോൾ അങ്ങോട്ട് ചെല്ലുന്നത്. ചില സഭയിലൊക്കെ അങ്ങനെ, ചില അപ്പത്തിന് അവരെ പ്രാർത്ഥിക്കാവൂ. സങ്കീർത്തനം പുള്ളിക്ക് മാത്രം കൊടുക്കാവുള്ളൂ. ഏത് സഭായത്തിനും പുള്ളിക്ക് ഒരു 10 മിനിറ്റ് തമ്പുരാൻ പറഞ്ഞ എല്ലാവരും ഇപ്പം വീട്ടിൽ ഇരുന്നാൽ മതി, ഇനി സഭയിലോട്ട്. പിടിവാശിക്കാരുണ്ടേ. ചിലക്ക് ആശീർവാദം അവർ തന്നെ ആയിരിക്കണം, വേറെ ആർക്കും. പണ്ട് ഞങ്ങൾ ഒരു യോഗത്തിന് പോയപ്പോൾ ആശീർവാദം ഒരാൾക്ക് കൊടുക്കാനിരുന്നപ്പോൾ അതിലും സീനിയർ ഒരാൾ വന്നപ്പോൾ പുള്ളിക്ക് അങ്ങ് കൊടുത്തു. അത് ന്യായം. മറ്റേ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല. നടന്ന കാര്യമാണ്. ഞാൻ അന്നുണ്ട് യോഗത്തിന്. സാധാരണ പുള്ളി ആശീർവാദം പറയുന്നത്, അതായത് പാരമ്പര്യമായിട്ട് പുള്ളി ചാകുന്നത് വരെ പുള്ളി തന്നെ ആശീർവാദ ഉപദേശി. അപ്പം അന്ന് എതിർച്ചയാ. അദ്ദേഹത്തിലും സീനിയറായ ഒരു ദൈവദാസൻ വന്നു. അപ്പോൾ ആ നടത്തിപ്പുകാരൻ ഉപദേശി അദ്ദേഹത്തിന് കൊടുത്തു. അതൊരു ന്യായമല്ലേ? അത് ഈ ആശീർവാദക്കാരന് ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഈ പുള്ളി പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, ഏകജാന പുത്രൻ്റെ കൃപ, പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ, സംസർഗം
നമ്മോടും പ്രാർത്ഥിച്ച വിഷയത്തോടും ശുശ്രൂഷിച്ചവരോടും സകല വിശുദ്ധന്മാരോടും കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. പറഞ്ഞങ്ങോട്ട് നിർത്തിയപ്പോൾ മറ്റേ പുള്ളി നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തു മുഖാന്തരം അങ്ങനോട് പറഞ്ഞതുപോലുമല്ല. കണ്ടോ ഓരോരോ മെനകേടുകൾ. അത് മിക്ക സ്ഥലങ്ങളിലും ഉണ്ട്. നിങ്ങൾ വല്ലവരും ഇങ്ങനത്തെ കണ്ടിട്ടുണ്ട്? ഞാനിപ്പം ഉണ്ടല്ലയോ? എവിടാ? ഞാൻ കോട്ടയം സൈഡിലാണ് കണ്ടേ, ബാംഗ്ലൂർ. അപ്പം ആരും പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലുകയല്ലോ. മെനകേടുകൾ ഒത്തിരി ഉണ്ട്. സ്തോത്രം. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന്, കള്ളയപ്പോസ്തലന്മാരെ കണ്ടുപിടിച്ച് ജയിക്കണം. രണ്ട്, സാത്താന്റെ പള്ളിക്കാർ അവരുടെ പരിപാടി ദൂഷണം പറച്ചില്ല. അഭിഷിക്തന്മാർക്കെതിരെ ദൂഷണം പറയും, കൂട്ടുവിശ്വാസിക്കെതിരെ ദൂഷണം പറയും. ഒരു സംഘടനയിലാണ് നിൽക്കുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി എറിയുക. അവര് സാത്താന്റെ പള്ളിക്കാരാ. IPC ഇല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി എറിയുക. അസംബ്ലി സോഡില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി എറിയുക. ഷാരോനില്ല, പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി. ചർച്ച് ഓഫ് ഗോഡില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും. പ്രബലമായ സഭകളുടെ പേര് പറഞ്ഞതേ ഉള്ളൂ, ഉടക്കുണ്ടാക്കാനൊന്നും അല്ല. അത് തെറ്റാ, അത് ശരിയല്ല. ഒരപ്പത്തിന്റെ അംശികളാ, ഒരു ശരീരത്തിന്റെ അവയവമാ. നിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന പ്രവർത്തിക്കുന്ന ബലഹീനത വന്നാൽ, പോരായ്മ വന്നാൽ എഴുതി കുത്തി ദൂഷണം പറയല്ല, അച്ചടിച്ചു വിടുകല്ല. ഇപ്പോൾ ഞാൻ ലൈവിലുണ്ട്, ഞാനിപ്പോൾ ലൈവിൽ വരും. പോടാ, അവൻ ലൈവ് വരുമെന്ന്. അവൻ ലൈവ് വന്നാ എന്നെ ആകാശം ഇടിഞ്ഞു വീഴുവോ? ഞാനിപ്പോ ലൈവിൽ അല്ല, ഞാൻ വാനിൽ വരുന്നെന്ന് ഇവൻ പറയുന്നില്ലല്ലോ. കുറച്ച് കഴിഞ്ഞാൽ അതുകൂടെ പറയാം, ഞാൻ വാനിൽ വരും. അപ്പോഴേ മനസ്സിലായി അവൻ മറ്റവനാന്ന്. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, ദൈവസ്നേഹത്തിൽ പറയാം, അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി എറിയരുത്. കൂട്ടുവേലക്കാർക്ക് ദോഷം ഒപ്പിക്കരുത്. നീ ആക്ഷേപങ്ങൾ എഴുതരുത്, അപമാനം പറയരുത്. ഒരു ബലഹീനത വന്നാൽ ആത്മീകരാകുന്ന നിങ്ങൾ സൗമ്യതയുടെ ആത്മാവിൽ അവനെ നേടണം. ഇതാ നമ്മുടെ പ്രമാണം. ദൂഷണം പറയരുത്. ഇങ്ങനെ ദൂഷണം പറയുമ്പോൾ അതിനെ ജയിക്കണം. KN ജോണച്ചായൻ പണ്ട് മുളക്കുട സഭയിൽ എൻ്റെ ഒരു സഹോദരനുമായിട്ട് സഭായുദ്ധത്തിന് ചെന്നപ്പോൾ അടിസ്ഥാന വേദോപദേശം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒടുവിലത്തെ കാര്യം പറയാൻ, പ്രാർത്ഥന എന്ന വിഷയം പറയാൻ അങ്ങോട്ട് വാക്യം വായിപ്പിച്ചു. അപ്പോൾ നിർത്തി. അതാരാ വെളി വർത്താനം പറയാനേ? പോണാന്നോ? അപ്പൊ ശ്രദ്ധിച്ചേ, അദ്ദേഹം പ്രാർത്ഥന എന്ന വിഷയം പറയാൻ നേരത്തെ കറണ്ട് പോയി. ഉടനെ അദ്ദേഹം പറഞ്ഞു, പ്രാർത്ഥന എന്ന വിഷയം പറയുവാൻ കേരള ഗവൺമെന്റ് എന്നെ അനുവദിക്കുന്നില്ല. അപ്പൊ ഞാൻ അവരോട് അതന്നെ കറണ്ട് പോയി. അതുകൊണ്ട് ഒന്ന്, കള്ളയപ്പോസ്തലന്മാരെ കണ്ടുപിടിച്ച് ജയിക്കണം. രണ്ട്, ദൂഷണങ്ങൾ പറയുമ്പോൾ അതിനെ ജയിക്കണം. ഇനി ഒരു 4-5 കൂട്ടം ജയിക്കുന്ന വിഷയം പറയണം, അതിന് സമയം അനുവദിക്കുന്നില്ല. ബിലയാമിൻ്റെ ഉപദേശത്തെ ജയിക്കണം, നിക്കലോവിയ ഉപദേശത്തെ ജയിക്കണം, ഇസബേലിൻ്റെ ശക്തിയെ ജയിക്കണം, സാത്താൻ്റെ ആഴത്തെ ജയിക്കണം. യഹൂദന്മാരല്ലാതിരിക്കെ യഹൂദന്മാരുടെ കളവായി പറയുന്ന അവരെ ജയിക്കണം. അതിപ്പോൾ പറയുന്നില്ല. ഇനി നമ്മുടെ മേഴ്സിയുടെ യോഗം വല്ലതും ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുകയാണ്. മേഴ്സി എന്നല്ലേ? എന്തുവാ മേഴ്സിയാ? ഗേറ്റ് ഓഫ് മേഴ്സി. മേഴ്സിയുടെ യോഗം വല്ലതും വരികയാണെങ്കിൽ എന്നെ വിളിക്കുക. അന്നേരം നമുക്ക് ബാക്കി ജയിക്കാം. ഇന്ന് രാത്രി ഗുണമാകാനാന്ന ഈ 2 വിഷയത്തിൽ ജയിക്കേ. കള്ളയപ്പോസ്തലന്മാരെ കണ്ടുപിടിച്ച് ജയിക്കേ. ദൂഷണം ഇടുന്നതെല്ലാം അങ്ങ് നിർത്ത്. കർത്താവ് വരാറായി, യേശു വരാറായി, കാഹളം ധ്വനിക്കാറായി, തിരുസഭ എടുക്കപ്പെടാറായി. പ്രത്യാശയോടെ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ബ്ലസനോട് പറഞ്ഞത്, കർത്താവ് തൻ ഗംഭീരനാദം എന്നുള്ള പാട്ട് പാടുവന്ന്. ആ പാട്ട് തന്നെയാന്ന് വന്ന് പാടിയാട്ടെ. ആ പാട്ട് പാടി നമുക്ക് ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്തി ഇന്ന് രാത്രിയിൽ പിരിക.